കീം പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 79,717 വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യത നേടി. എഞ്ചിനീയറിംഗിലും ജെഇയിലും അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിനാണ് ഒന്നാം റാങ്ക്. ജൂലൈ 8-ന് ആദ്യ അലോട്ട്മെന്റ് നടക്കും. 600-ൽ 586.1408 മാർക്കോട് കൂടി ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് റോഷൻ രാജു എന്ന വിദ്യാർത്ഥിക്കാണ്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ പെട്ടയാളാണ്. അങ്കമാലി അയ്യമ്പുഴ സ്വദേശിയാണ്. ജെഇ പരീക്ഷയിലും അദ്ദേഹം സംസ്ഥാനത്ത് ഒന്നാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിയായിരുന്നു. രണ്ടാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ധ്യാൻ തേജ് മണപ്പാട്ടി എന്ന വിദ്യാർത്ഥി കണ്ണൂർ സ്വദേശിയാണ്. ബിഫാമിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് 300-ൽ 286.257 മാർക്കുമായിട്ട് വിനായക് നാരായണാണ്. തൃശ്ശൂർ പോട്ട സ്വദേശിയാണ്. കീം പ്രവേശന പരീക്ഷയിൽ ആകെ 96,750 പേർ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയിൽ ഇടം നേടി. 26,943 വിദ്യാർത്ഥികൾ ഫാർമസി റാങ്ക് പട്ടികയിലും ഉൾപ്പെടുന്നു. അങ്കമാലി സ്വദേശി റോഷൻ രാജുവാണ് എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് നേടിയത്. ജെഇയിലും റോഷന് ഒന്നാം റാങ്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും തൃശൂർ സ്വദേശി വിസ്മയ KR മൂന്നാം റാങ്കും നേടി. ഫാർമസിയിൽ തൃശൂർ സ്വദേശികളായ വിനായക് നാരായണൻ ഒന്നാം റാങ്കും ജെസ്സി ജസ്റ്റിൻ രണ്ടാം റാങ്കും നേടി. മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമയ്ക്കാണ് മൂന്നാം റാങ്ക്. റാങ്ക് ജേതാക്കളെ മന്ത്രി റോജി എം ജോൺ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ധ്യാൻ, കൺഗ്രാറ്റുലേഷൻസ്. റോജി എം ജോൺ മിനിസ്റ്ററാണ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ. ഞാൻ റിസൾട്ട് കണ്ടു. ധ്യാന് സെക്കൻഡ് റാങ്കാണ്. ഇൻഫാക്ട് ധ്യാനിന് ഫസ്റ്റ് റാങ്കും ആൾക്കും ഒരേ സ്കോറാണ്. പക്ഷേ ടൈ കമ്പ്യൂട്ടേഷനിലാണ് ധ്യാൻ സെക്കൻഡ് റാങ്ക് ആയി പോയത്. ടോട്ടൽ സ്കോർ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമാണ്. CBSE വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റ് സമർപ്പിക്കാൻ പരമാവധി സമയം നൽകിയെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. രാജ്യത്താകെ CBSE പുനർമൂല്യനിർണ്ണയത്തിൽ 13% ഫലം കൂടി പുറത്തുവരാനുണ്ട്. ഇതിൽ വളരെ കുറച്ച് കുട്ടികളെ കേരളത്തിൽ നിന്നുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CBSE കുട്ടികളുടെ വിഷയം അത് പരമാവധി നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 13% മാത്രമാണ് CBSE അവർ റീവാലുവേഷൻ്റെ റിസൾട്ട് വരാനുള്ളത്. ഈ റിമൈനിങ് 13%-ൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ വളരെ ചുരുക്കമായിട്ടായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. വന്ന റിസൾട്ട് അപ്ലോഡ് ചെയ്തത് മുഴുവനും പരിഗണിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ റിസൾട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പരാതികൾക്ക് ഇട നൽകാതെ പരീക്ഷകൾ നടത്താൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. ജൂലൈ 8-ന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. അമൃത ന്യൂസ്, കൊച്ചി.